ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും സാധ്യമാകേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ആധുനിക ലോക അനുഭവത്തിൽ നമുക്കറിയാം. എന്നാൽ ഈ മാതാവ് തങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അനവധിയായി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മാതാവിന്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്നും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ ദുഃഖത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Yeah.
നിന്റെ മുൻപാകെ കുറ്റമില്ലാത്തവരില്ലെന്നും ഒരു നാഴിക പോലും
ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയില്ലെന്ന് നീ ഓർത്തുകൊള്ളണമേ. എന്നാൽ കർത്താവേ, ഹൃദയപൂർവ്വത്തിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോട് നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെ എല്ലാവരോടും കരുണയുന്നവനെ പോലെ നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഇവരുടെ മക്കൾ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യാത്മാരുടെ ഉർസ്ലേമിയ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിൽ ഇവിടെ നിവസിപ്പിക്കണമേ. നിർവ്യാജമായ പ്രകാരം ശക്തിയോടും വലിയ മഹത്തോടും കൂടി ആകാശമേഖല എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മലാഹമാർ മൂലം ആകാശ നാലുകോണുകൾ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെ ജയിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിലിരിക്കുന്നവർ നിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ നിന്ന് വേർവിട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസി അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ഞങ്ങളുടെ ലജ്ജാകരമായ പ്രവൃത്തികളെ ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളെ നടത്തി നിന്റെ ഭയങ്കര സിംഹാസനം ഉണ്ടാകെ നിന്റെ കർണ മൂടിക്കളയുമാറായണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ കൈകളാൽ നീ ഞങ്ങളെ മനുണ്ടാക്കിയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷത്തിന്റെ വിശുദ്ധാനുഭവങ്ങളാൽ ഞങ്ങൾ രക്ഷിക്കുകയും നിന്റെ തിരുശരീരക്തങ്ങളെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്ക് പ്രവർത്തികൾക്ക് അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതിയിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിരന്തരമുണ്ടായുണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്ന് വരുവാനിക്കുന്ന വേദന ഞങ്ങളെ രക്ഷിച്ച് വീട്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. പാവങ്ങളിലും നന്മകളിലും മല്ലപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിലും നിന്റെ വരവിന്റെ അവസാന നാളിൽ ഉണ്ടാകലും പ്രസാദത്തിലും യോഗ്യരാക്കണമേ. എന്നാ ദൈവമേ, നീ സകലരോടും കരുണയുന്നവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതി ബഹുമാനം പുതുക്കിയത് യോഗ്യമാകുന്നു. മനസ്സരരെ ആത്മത്തെ മെയ്യതില്ലെന്നോ നീക്കിനായി പാർവാനവരെ വിട്ടിടുമാ സമയം ഘോര ശരണം പ്രാപിച്ചുടനേത് ചരിതത്തെ പരിശോധിക്കൂ. പാപമലീമസമാണെങ്കിൽ താവുമുടാത്മം കേടുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാരുമയോ ദൈവമെന്നെ നീതിന്റെ പുണ്യ നിന്മഹിമോദയ നിർത്തണമേ. വലമായി ഇവിടെ ധർമ്മിഷ്ടന്മാരു തന്മാർ നീ വർദ്ധിക്കേണ. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണ. പ്രാർത്ഥന കേട്ടിവിടെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണ. ജീവിക്കുന്നോരും പാട്ടിടൂ നിന്നെ നാഥദേവ ദാസിക്കേണമേ. മോണ്യാതിൻ മഹിമോദേ നാൾനിൽ നിർത്തണമേ. വനമായി വരും അഖിലപ്പൻ കൃപദേവതുപോലെ ഹാലേലൂയ. ഭക്തന്മാരു ദൈവം കൃപ ചെയ്യോ. ശരണത്താലെ നിൻ കൃപയിൽ
ഞങ്ങളോട് തന്നെ ദൈവത്തിന്റെ സ്നേഹമേഖലാതിന്റെ പ്രവേശിക്കുന്നതാണ് സംബന്ധാവാസം നാം എല്ലാവരുടെ പേരും പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ ആത്മാവോടുകൂടി നടക്കുവാനുള്ളതായ ശവസംസ്കാര ചടങ്ങുകളുടെ മേലും നടപടികളിലും എല്ലാ കുടുംബങ്ങളുടെ മേലും ഈ മാതാവിനെ ആശ്രയിക്കാനായിട്ട് കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ടവരെ, ഒരമ്മയുടെ വേർപാടിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ അമ്മയെ യാത്ര ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാകുന്നു എന്നതുകൊണ്ടാണ് നാം എല്ലാവരും ഈ ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ അമ്മ എപ്പോഴും പ്രകാശമായി നിലനിൽക്കുന്നു എന്നതാണ് നമ്മെ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചിരിക്കുന്നത്. പൗരസ്ത്യ ചിന്തയിൽ അമ്മ വിളക്കാണ്. പരിശുദ്ധാത്മാവിന്റെ അടയാളവും കുടുംബത്തിലെ ചൈതന്യം നൽകുന്ന ആളും അമ്മയാണ്. ദൈവം ഒരു കുടുംബത്തിലേക്ക് ഒരു അമ്മയാക്കി കഴിഞ്ഞാൽ ആ അമ്മയുടെ തണലിലാണ് കുടുംബം മുഴുവൻ പിന്നീട് നിൽക്കുന്നത്. അമ്മയുടെ തണലിലാണ് മക്കൾ വളരുന്നത്. ഈ വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മയും ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ഈ ഭൂമിയിലായി കൊടുത്ത കുടുംബത്തെ തണലിന് കീഴിൽ വളർത്തി മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ ദൈവസഭയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഉചിതമാവണ്ണം ജീവിച്ചു. ഇപ്പോൾ ദൈവം എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ശാരീരികമായിട്ട് അനുഭവമൊക്കെ ഈ അമ്മ അനുഭവിച്ചിട്ടും ആണ്. അനുഭവിക്കുവാനുള്ളതായ സമയങ്ങളൊക്കെ ദൈവം കൊടുത്തു. അവിടെ മരണമില്ല, അന്ധകാരമില്ല. അവിടെയുള്ളത് പ്രകാശവും ജീവനുമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രകാശത്തിന്റെ മണവറയും ജീവന്റെ അവസ്ഥയിലേക്കുള്ള ഒരു പ്രവേശനമായിട്ട് വേണം കാണുവാൻ. നമ്മളതിന് നിത്യജീവൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീവനിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള ഒരു പ്രവേശനമായിട്ട് വേണം ഈ അമ്മയുടെ വേർപാടിനെ കാണുവാൻ. നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള ഒരു പ്രവേശനം. പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസമില്ലായ്മയുടെ, ബുദ്ധിമുട്ടില്ലായ്മയുടെ ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഈ അമ്മ യാത്രയായിരിക്കും. അതുകൊണ്ട് ആത്മസന്തോഷത്തോട്, സ്നേഹത്തോട് യാത്ര ചെയ്യിക്കുവാനായിട്ട് എല്ലാവർക്കും സാധ്യമായിരുന്നു. ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഷമ്മാശനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈജു ഷമ്മാശൻ ഒരു വൈദിക വിദ്യാർത്ഥിയായി കോട്ടയം സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് ആദ്യം വരുന്ന ദിവസമാണ്. സാധാരണ അപ്പൻ അല്ലെങ്കിൽ അമ്മയാണ് മക്കളെ കൊണ്ടുവന്ന് വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കാനാക്കുന്നത്. എന്നാൽ ഈ കൊച്ചുമകനെയും കൊണ്ട് മാതാപിതാക്കളോടൊപ്പം ഈ അമ്മയും അവിടെ വൈദിക സെമിനാരിയിൽ എത്തിയിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് കൊച്ചുമകനെ വൈദിക സെമിനാരിലെ വാർഡൻ എന്ന നിലയ്ക്ക് എന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചത്. എന്നിട്ട് പോവുകയാണ്, പഠിപ്പിച്ചെടുത്ത് ഭംഗിയാക്കി തിരിച്ചു തരണം എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്കുണ്ട്. പിന്നീട് പല പ്രാവശ്യവും ഷൈജു ചെമ്മാശൻ, അന്ന് ചെമ്മാശനല്ല, വൈദിക സെമിനാരിൽ നിന്ന് പഠനത്തിന്റെ ഇടയ്ക്ക് അവധിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി മാവുണ്ടയും മറ്റു കാര്യങ്ങളൊക്കെ അമ്മ കൊടുത്തുവിടുന്ന ഒരു രീതി വളരെ സ്നേഹപൂർവ്വം ഉണ്ടായിരുന്നു. പണിക്കരച്ചൻ എന്ന് പേര് വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പേര് വിളിക്കുകയും വളരെ സ്നേഹത്തോടെ എന്നെ കാണുകയും ചെയ്തിരുന്നത് ഞാൻ ഈ സമയത്ത് നന്ദിയോട് ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നിയോഗമായിട്ടാണ് ഈ അമ്മയുടെ വേർപാട്ട സമയത്ത് ഇവിടെ വന്നു ചേരുവാനായിട്ട് എനിക്ക് ഭാഗ്യം ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നു. ഈ അമ്മയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ പ്രിയപ്പെട്ട ഷമ്മാശൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം ഈ അമ്മ നല്ലതുപോലെ പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തിയ ഒരാളായിട്ടാണ് ഷമ്മാശനെ കാണുന്നത്. ഒരു ഷമ്മാശനായി കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇനി ഈ ഷമ്മാശൻ വൈദികനായി ദൈവസന്നിധിയിൽ ഈ അമ്മയെ സമർപ്പിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുള്ളൂ. എന്തെങ്കിലും കുറവുള്ള ബലഹീനതകളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാനുള്ളതായ മാർഗമായിട്ട് വേണം നാം അതിനെ കാണുവാൻ. എല്ലാ യാത്രാ മംഗളങ്ങളും ഈ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ നേരുകയാണ്.
ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ഈ അമ്മയെ വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനുഷ്യരെന്ന നിലയ്ക്ക് എന്തെങ്കിലും മാനസികമായ ദുഃഖമോ പ്രയാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ ദുഃഖത്തെയും പ്രയാസങ്ങളൊക്കെ സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് വലുതുകൾ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് സമാധാനം നൽകുകയും ചെയ്യുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പ്രിയപ്പെട്ട മാതാവിന് സ്വർഗത്തിലേക്കുള്ളതായ എല്ലാ യാത്രാമംഗളങ്ങളും വിലക്കി ഞാൻ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Kahton Kadilo Isai Osho Dahavis Pahembela Iru Yogatum Mevun Nenya Kripaton Nadane അമ്മച്ചിയുടെ ഒരു വേർപാടിന് ഈ വാത്സല്യ ഓരത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കിയത്. വെള്ളക്കോട്ടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഈ അമ്മച്ചിയുടെ വേർപാടില് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പ്രത്യാശയ്ക്കുള്ള ഒന്ന് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചി തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും ദൈവമുള്ളവരാക്കി വളർത്തുവാനും ഈ അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ദൈവമുമ്പാകെ അതിനൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വെള്ളക്കോട്ട് കുടുംബത്തിലെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ഈ വേർപാടില് ഞങ്ങള് ദുഃഖം, ഞങ്ങളുടെ വ്യസനം ഇവിടെ രേഖപ്പെടുത്തുന്നു. വെള്ളക്കോട്ട് കുടുംബത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. പ്രാർത്ഥിപ്പിൻ പ്രിയരേൻ പേർക്കെല്ലായി പോഴുമെന്നെ ഓർപ്പിൻ. ഞാൻ മൃതിയാൽ വേർപെട്ടേനൻ പാപത്തെയോർത്തഞ്ചുന്നേ. ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻതൂരിരുളിൽ സംരക്ഷ. ഗാനം ആലപിക്കുന്നതിനും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനുമൊക്കെ ഈ കുടുംബം സഭയ്ക്ക് നൽകിയ ഒരു വരദാനമാണ് ചമാച്ചൻ. അതുപോലെ തന്നെ ഈ ഭവനത്തിൽ നിന്ന് വിവാഹം കഴിച്ച ബറോഡയില് വികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ശുശ്രൂഷയിൽ അച്ഛൻ ഇവിടെയുണ്ട്. വളരെയേറെ വൈദികരും ദൈവവേലയിൽ ശുഷ്കാന്തിയുള്ളവരുമായിട്ടുള്ള ആളുകളെ കരിപ്പിടിപ്പിക്കുന്നതിന് ഈ അമ്മയ്ക്ക് സാധിച്ചു എന്ന് ഉള്ളത് ഒരു സാക്ഷ്യമെന്ന നിലയിൽ പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശുശ്രൂഷകളും സ്നേഹവും ഏറ്റുവാങ്ങി
അതുകൊണ്ട് ഇത് അകാല ചരമം എന്ന് ഞാൻ പറയില്ല. കാലത്തിന്റെ തികവിൽ ഈ മാതാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന് മാത്രമാണ് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. മരണത്തെക്കുറിച്ച് നിരാശയോടുകൂടെ പ്രത്യാശയില്ലാത്തവരെ പോലെ ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്നതല്ല ഈ സഭ എന്ന് നാം ഓരോരുത്തരും ഓർക്കുക. ഈ മാതാവിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ഈ ദുഃഖിതരായിരിക്കുന്ന മക്കളും അവരുടെ കുടുംബങ്ങളും അവരുടെ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും ദൈവം തന്റെ ആശ്വാസദാതാവിനെ അയച്ച് കൊടുത്ത് അവരെ ശക്തീകരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ശൂരാജൻ സന്നിധോത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺപാനാശയാ ഞാൻ കാണുന്ന നേരം തിരുമാടങ്ങിടുമേ ദൂതസംഘ ആകവീടും പാടിടും ഞാൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വൈദിക ശ്രേഷ്ഠരെ, സ്നേഹനിധിയായ ഷമ്മാശൻ, എല്ലാ പ്രിയപ്പെട്ടവരുമായുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തിയും കൂടെ യാത്ര അയക്കുവാൻ വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ സുദിനത്തിന് നാം നൽകുന്ന പേര് മരണദിനം എന്നാണ്. എന്നാൽ മറുലോകത്ത് ഈ ദിവസത്തിന് നൽകുന്ന പേര് ജനനദിനം എന്നാണ്. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ ആദ്യമൊന്ന് അനുസ്മരിച്ചിട്ട് ഈ ഭവനാംഗങ്ങൾക്ക് ആശ്വാസവാക്കുകൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഏകദേശം 14 മാസക്കാലത്തെ പരിചയം മാത്രമേ ഈ അമ്മച്ചിയുമായിട്ട് എനിക്കുള്ളൂ. അനേക പ്രാവശ്യം ഈ അമ്മച്ചിയെ കാണുവാൻ, ആശ്വാസവാക്കുകൾ പറയുവാൻ, രോഗശയ്യയിൽ കൂടിയിരിക്കാനായിട്ടുള്ള അവസരം ഞങ്ങൾക്ക് വൈദികർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടും പ്രത്യാശയോടും അനുഗ്രഹീതമായ വാക്കുകളാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രിയപ്പെട്ട അമ്മയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലൊക്കെ ഉപരിയായി സ്ഥിരമായി ചെല്ലുന്നുകൊണ്ടായിരിക്കാം ഈ ശബ്ദം കേട്ടാൽ പോലും ഇതിന്ന അച്ഛനല്ലേ എന്ന് തിരിച്ചറിയുവാനുള്ള വലിയ കൃപ പ്രിയ അമ്മച്ചിക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു കൃപ കൂടെ ഈ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നിന്ദിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് വൃദ്ധജനങ്ങൾ. നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ വൃദ്ധജനങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണ്, എത്രമാത്രം സ്നേഹം അനുഭവിക്കുന്നവരാണ് എന്ന് നാം ഒക്കെ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രായമുള്ളവർ മാറ്റപ്പെടുമ്പോൾ ഈ പ്രിയ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരുടെ ഏറ്റവും സ്നേഹത്തോടുകൂടിയ പരിചരണം ഏറ്റുവാങ്ങിയ ഒരു അമ്മയാണിത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ പ്രിയ അമ്മയെ ശുശ്രൂഷിച്ചവർക്കൊക്കെ 30, 60, 100 മേനി ഫലം ലഭിക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട. ഈ പ്രിയപ്പെട്ട അമ്മ മരണത്തിനു വേണ്ടി ശരിയായ രീതിയിലൊന്ന് ഒരുങ്ങി. അത് നിരാശയുടെ പശ്ചാത്തലത്തിലല്ല. ദൈവം കഴിഞ്ഞ കാലത്ത് നൽകിയ സമസ്ത നന്മകളെയും ഒരുപോലെ ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ട്, ഒരുപോലെ ഓർത്തുകൊണ്ട്, ദൈവത്തിന് 1000 നന്ദി എപ്പോഴും അതരങ്ങളിൽ ഊറിക്കൂടിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മ നിത്യതയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഒരു വലിയ സത്യം വിസ്മയിച്ച് പോകാതെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാമും ഇത്തരത്തിലുള്ള ഒരു അനുഭവ തലത്തിലൂടെ കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിചരണവും സ്നേഹവും നമുക്ക് സജ്ജമാക്കപ്പെടുമോ എന്ന് നാം ഇപ്പോഴേ ചിന്തിക്കണം. നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ, വേണ്ടപ്പെട്ടവരെ, സ്നേഹിതരെ ഇപ്പോൾ നാം ആരോഗ്യത്തോടിരിക്കുമ്പോൾ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നെങ്കിൽ, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾക്ക് വേണ്ട പരിഗണന നാം ഇപ്പോൾ ആരോഗ്യത്തോടിരിക്കുമ്പോൾ കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഉപനിധി നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്ന നിമിഷത്തിൽ നാം അറിയാതെ ലഭിക്കുമെന്നത് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ്. എല്ലാ നന്മകളും ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ആശംസിക്കുകയാണ്. നിത്യദൈവ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ഒരു വലിയ സൗഭാഗ്യം ഈ അമ്മ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് മരണം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തോട് ചേരുന്ന ഒരനുഭവമാണ്. ഇവിടെ താമസിക്കുന്നവർ ന്യൂനപക്ഷമാണ്. താൽക്കാലികമായ ലോകത്ത് എന്നു വേണമെങ്കിലും കൊഴിഞ്ഞു പോകാവുന്ന, അടർന്നു വീഴാവുന്ന ഒരു ജീവിതവുമായി പച്ചപിടിച്ചു നിൽക്കുന്ന ഞാനും നിങ്ങളും ഭൂരിപക്ഷത്തോട് ചേരുവാനായി അനുനിമിഷം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാം മരിച്ചു, അടക്കപ്പെട്ടു എന്നല്ല,
ഇസ്ഹാക്ക് മരിച്ചു അടക്കപ്പെട്ടു എന്നല്ല, യാക്കോബ് മരിച്ചു അടക്കപ്പെട്ടു എന്നല്ല, അബ്രഹാം മരിച്ചു പിതാക്കന്മാരുടെ കൂടെ ചേർന്നു, പൂർവിക പിതാക്കന്മാരുടെ കൂടെ ചേരുകയാണ്. വേദപുസ്തകം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഇന്നേ നാൾ വരെ ഒരു ഹൃദയത്തിൽ സങ്കല്പിച്ചിട്ടില്ലാത്തതുമായ കൃപകളും അനുഗ്രഹങ്ങളും നിറഞ്ഞ അധിവാസ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന അനുഭവം. എബ്രായലേഖനം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം തൊട്ട് പരിശോധിക്കാമെങ്കിൽ അവിടെ കാണാം സ്വർഗീയ സിയോനിലെ ഒരു ചിത്രം. സ്വർഗീയ സിയോനിൽ അനേക ജാതന്മാരുടെ പേരെഴുതപ്പെട്ട ഒരു വലിയ സമൂഹത്തിൽ കുഞ്ഞാടിന്റെ അനുഗ്രഹീതമായ രക്തം സംസാരിക്കുന്നിടത്ത്, ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നിടത്ത്, വിശുദ്ധന്മാരുടെ സംഘത്തിൽ ആദ്യം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട വ്യക്തികളുടെ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആത്മാക്കളുടെ ഒരു വലിയ ചിത്രം എബ്രായലേഖനം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ആ വലിയ സംഘത്തിലേക്ക് ചേരുന്ന ദിവ്യമായ അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. ഒരു കാലത്ത് മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക സെക്ടേറിയൻ ഗ്രൂപ്പ് ഇപ്പോൾ ആ പഠിപ്പീര് കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ് എന്ന് തിരുവചനം വളരെ ശക്തമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഈ കാലഘട്ടം. ആയതിനാൽ സ്നേഹത്തോട് പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുകയാണ്, ഈ പ്രിയ പിതാവ്, ഈ പ്രിയ മാതാവ് ചേരപ്പെട്ടിരിക്കുന്നത് പൂർവികന്മാരുടെ കൂടെയാണ്. 1 കൊരിന്തി 15-ാം അധ്യായം 49-ാമത്തെ വാക്യം, മണ്ണുകൊണ്ടുള്ള പ്രതിമ നാം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കേണ്ടിയിരിക്കുന്നു. മണ്ണുകൊണ്ടുള്ള പ്രതിമ നാം ഇവിടെ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ നാം അവിടെ ധരിക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്ന അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ പ്രിയപ്പെട്ടവർ എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണുകളും എല്ലാവരുടെയും അധരങ്ങളും എല്ലാവരുടെയും മുഖഭാവവും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും അധരങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പറഞ്ഞു വരുന്നത്. പക്ഷെ ഓർക്കുക, കർത്താവിന്റെ സന്നിധിയിലേക്ക് വലിയ ഒരു ആരാധനാ സമൂഹത്തിലേക്കാണ് പ്രിയപ്പെട്ട